പറഞ്ഞാൽ ഗോതമ്പിൻ്റെ വേസ്റ്റ്. ഗോതമ്പിന് എങ്ങനെ വേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഗോതമ്പിന് ക്രാക്ക് ചെയ്തിട്ട് നാരും മുളയും വിത്തും ആ തവിടും ഒക്കെ അങ്ങ് എടുത്തിട്ട് അത് സായിപ്പ് ടോണിക്കിനകത്തിട്ട് കഴിച്ചു. സായിപ്പിന് ഈ ഗുളിക രൂപത്തിൽ കഴിക്കുന്ന സ്വഭാവം ഉണ്ടല്ലോ, അത് പുള്ളിക്കാരൻ കഴിക്കും. അതിൻ്റെ ബാക്കി വരുന്ന വേസ്റ്റിനകത്തു നിന്നാണ് നമ്മൾ റവ ഉണ്ടാക്കണേ. റവ അതിൻ്റെ രണ്ടാമത്തെ പ്രോസസ്സാണ്. അതിൽ നിന്നൊരു വേസ്റ്റ് വരും. അതിനകത്തു നിന്നൊരു പകുതി ആട്ടപ്പൊടിക്കകത്ത് കയറും. ആട്ടയില്ലേ, ഗോതമ്പ് പൊടി എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ മേടിക്കുന്ന ആട്ടപ്പൊടി, അത് ഗോതമ്പ് പൊടിയല്ല, പകുതി മൈദയാണ്. അതിനകത്തൊരു കയറ്റി ഗോതമ്പ് വാങ്ങിച്ച് പൊടിച്ചേ പറ്റുള്ളൂ, വേറെ വഴിയില്ല. അത് കഴിഞ്ഞ് വരുന്ന വേസ്റ്റ് യൂറോപ്പിൽ കിടന്ന് ഇങ്ങനെ കുന്നുകൂടി കിടന്ന് മഴക്കാലത്ത് സമയമായപ്പോൾ അതിൻ്റെ ലിറ്ററേച്ചർ ഉണ്ട് കേട്ടോ, അത് പറഞ്ഞ ഇവിടെ കൊടുത്തേക്കാം. അപ്പം അത് മഴക്കാലം വന്നപ്പം ഈ നദിയിൽ കൂടെ ഇത് ഒലിച്ചു പോയപ്പോൾ ഈ കന്നുകാലികൾ കുളിച്ചുകൊണ്ടിരുന്നു. അതിൻ്റെ പുറത്ത് പിടിച്ചപ്പോൾ പറ്റിയപ്പോൾ ഒട്ടാൻ തുടങ്ങി. അപ്പോഴാണ് ഇവർക്ക് മനസ്സിലായത് ഇതുകൊണ്ട് നമുക്ക് പശ ഉണ്ടാക്കാം. അങ്ങനെ പശ ഉണ്ടാക്കാനായിട്ട് അലാക്സൻ, ALAXAN, അലാക്സൻ എന്ന് പറഞ്ഞൊരു കെമിക്കൽ അതിനകത്ത് ഒഴിച്ചു, പൊടിയിട്ടിട്ട് ഇതിനെ മിക്സ് ചെയ്തപ്പോൾ ഇത് നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചില്ല, ഇത്രയും സോഫ്റ്റായിട്ട് പൊടിക്കുന്ന ഒരു മെഷീൻ ഇന്ന് വരെ ലോകത്ത് അരിപ്പ കണ്ടുപിടിച്ചിട്ടില്ല. അപ്പോൾ അത് മെഷീൻ വഴിയല്ല പൊടിക്കുന്നത്. അത് നമ്മൾ കക്ക നീറ്റുമ്പോൾ ചുണ്ണാമ്പാവാനായിട്ട് വെള്ളം ഒഴിക്കത്തില്ലേ, അപ്പോൾ അത് ആവുമല്ലോ, അതേപോലെ ആക്കുന്ന സാധനമാണ് ഈ അലാക്സൻ. ഇപ്പം മനസ്സിലായോ? അതിനിട്ട് മിക്സ് ചെയ്ത് വെച്ച് ലോകരാജ്യങ്ങൾക്ക് മൊത്തം അമേരിക്കൻ പശ കൊടുത്തായിരുന്നു. അങ്ങനെയാണ് നമ്മൾ സിനിമാ പോസ്റ്റർ ഒട്ടിക്കാനും വാൾ പോസ്റ്റർ ഒട്ടിക്കാനും ഒക്കെ പണ്ടൊരു പശ ഇവിടെ വന്നായിരുന്നു. ഓർമ്മയുണ്ടോ? ബക്കറ്റ് കൊണ്ടുവന്നിട്ട് ആൾക്കാർ കൊണ്ടുവന്ന് പശ തൂക്കുന്നത് കണ്ടോ? അതാണ് സാധനം. അതിന് കോപ്പർ സൾഫേറ്റ് കൂടെ ചേർക്കുമായിരുന്നു ശകലം. അതായിരുന്നു പശ. അത് നമ്മൾ തിന്നാൻ തുടങ്ങിയപ്പോഴാണ് അമേരിക്കൻ മാവായി. ഈ അമേരിക്കൻ മാവ് പോയിട്ട് കോവിഡുകളാണെന്നോ ഇല്ല, അത് നല്ല ക്ലിക്കായപ്പോൾ അവരതിനെ ഒന്നുകൂടെ പരിവർത്തനം നടത്തി, ആ കളറൊന്ന് മാറ്റി. ബെൻസോയിൻ പെറോക്സൈഡ് എന്ന് പറഞ്ഞ ഒരു കെമിക്കൽ ഉണ്ട്, അതതിനകത്ത് ബ്ലീച്ചിങ് ഏജന്റാണ്, ബ്ലീച്ച് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. ഈ മുഖത്തൊക്കെ ക്രീമൊക്കെ പെട്ടെന്ന് അതിനകത്ത് ഇരുന്നുണ്ട് ഈ ബെൻസോയിൻ പെറോക്സൈഡ്, ഈ മുഖം ക്ലീൻ ആവാൻ. അതുകൂടെ ഇച്ചിരി ഇട്ട് വെളുപ്പിച്ച്, അപ്പം ആ വെളുപ്പിച്ച സാധനമാണ്, അല്ലാതെ കൊച്ചുണ്ണിയുടെ കൈപ്പുണ്യമൊന്നും അല്ല. ഇനി ഈ സാധനം എന്താണെന്ന് കേട്ടോളൂ. അലാക്സൻ എന്ന് പറയുന്നത് ഷുഗർ രോഗികളുടെ മരുന്നുണ്ടാക്കുന്ന കമ്പനിക്കാരൻ ആദ്യമേ ഉണ്ടാക്കുന്ന മരുന്നൊരു മൃഗങ്ങളുടെ പുറത്ത് കുത്തിവെച്ച് നോക്കണം ശരിയാവുന്നോ ഇല്ലയോ എന്ന്, എന്നിട്ടേ അത് മനുഷ്യൻ്റെ പുറത്തോട്ട് കുത്തത്തോളൂ. അതിന് ഒരാഴ്ചയ്ക്ക് മുമ്പിട്ട് ഈ മൃഗങ്ങളുടെ പുറത്ത് കൃത്രിമമായിട്ട് ഷുഗർ ഉണ്ടാവാൻ കുത്തിവെക്കുന്ന സാധനമാണ്. പൊറോട്ട നിന്ന് എന്തുകൊണ്ട് വിശക്കുന്നില്ല? പാൻക്രിയാസിന്റെ ബീറ്റ സെല്ലുകളെ ഡയറക്റ്റ് പോയിട്ട് സ്റ്റോപ്പ് ചെയ്യിപ്പിക്കുകയാണ്. നീ ഇങ്ങോട്ട് ഉണ്ടാക്കണ്ട ഇൻസുലിൻ കണ്ട. അപ്പോഴാണ് തിന്ന ആഹാരം ഒരു പ്രാവശ്യം ദഹിച്ചാൽ മാത്രമേ രണ്ടാമത് വേണ്ടതുള്ളൂ, രണ്ടാമത് ചോദിക്കത്തുള്ളൂ കൊണ്ടുവരാൻ. ഇവിടെ ദഹിച്ചിട്ടില്ല, ഇവിടെ റബ്ബർ പോലെ ഇവിടെ കിടക്കുകയാണ് കണ്ട. അലാക്സൻ എന്താണെന്ന് മനസ്സിലായോ? അപ്പോൾ കൊച്ചുങ്ങൾക്ക് ബിസ്ക്കറ്റ് കൊടുത്ത് നോക്കിയ പോലും കൊച്ചുങ്ങൾക്ക് വിശക്കത്തില്ല, മിക്സ്ചർ കൊടുത്ത് നോക്കിയേ വിശക്കില്ല. നിങ്ങൾ എന്ത് പറയുന്നേ, ബേക്കറി ഐറ്റം ഒന്ന് കൊടുത്തേ, ബേക്കറി കുട്ടികൾക്ക് എന്തിനാ, നമുക്ക് നിന്നാ വിശക്കുവോ? എന്തിനാ കാര്യം? ഈ മൈദ ഇതിന് നാരുണ്ടോ? ഇതിന് എന്തെങ്കിലും ഗുണമുണ്ടോ? ചവറാന്നേലും പോട്ടെ നോക്കാം. തിരിച്ച് ഇത്രയും വലിയൊരു അപകടത്തിലേക്കാണ് ഈ ഇടയ്ക്ക് ഒരു സർവേ നടന്നിരിക്കുന്നതിനകത്ത് WHO, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, അവർ സർവേ നടത്തിയപ്പോൾ 2020 ആകുമ്പോഴത്തേക്ക് ലോകത്തിലെ ഒന്നാം സ്ഥാനം ഷുഗർ രോഗികൾ ഇന്ത്യയിലാണ്. അതിൽ ഒന്നാം സ്ഥാനം കേരളത്തിലാണ്. കാരണം ഏറ്റവും കൂടുതൽ മൈദ എവിടെയല്ലേ പോകുന്നത്. ഏത് അസുഖം നിങ്ങൾ ഏത് മരുന്ന് കഴിച്ചാലാണ് ശരിയാവണേ? എന്താഹാരം കഴിച്ചാലും ശരി, ആഹാരം എന്ന് പറയുന്നതാണ് മരുന്ന്. എന്താഹാരം കഴിച്ചാലും ശരി, ആഹാരം എന്ന് പറയുന്നതാണ് മരുന്ന്.